ഇപ്പോൾ ഞാനുള്ളത് കണ്ണൂർ ഹോട്ടൽ ബിനാലയിലാണ്. കൂടാതെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ഷോയിലൂടെ ആൾക്കാരുടെ, അതായത് കണ്ണൂരുകാരുടെ മനസ്സിൽ ഇടം നേടിയ RJ ജിത്തു ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഏകദേശം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവും? നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടമായി. മാളവിക നമസ്കാരം. അപ്പോൾ ഏകദേശം എത്ര പേരെ പറ്റിച്ചു എന്ന് ചോദിച്ചാൽ ഒരു 1200ഓളം പേരെ ഹലോ മൈ ഡിയർ റോങ് നമ്പറിലൂടെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശബ്ദത്തിലല്ല, വ്യത്യസ്തമായ ശബ്ദത്തിൽ വ്യത്യസ്തമായ ക്യാരക്ടറുകളായിട്ട് അവരെ ഒരു വിശ്വസിക്കുന്ന തരത്തിലാണ് പറ്റിക്കുന്നത്. ഷോ കേൾക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു 1200 പേരെ ഏകദേശം പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എത്ര ചീത്ത കിട്ടിയിട്ടുണ്ടാവും? ഒരു നല്ല റൂഡായിട്ട് സംസാരിച്ചത് ഇഷ്ടം പോലെ ചീത്ത വിളി കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മൾ ഓണർ ചെയ്യും. കാരണം രണ്ടുപേരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓണറിൽ ഈ ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും സമ്മതമില്ലാത്ത ചില റോങ് നമ്പർ വരും. അവർ ചിലപ്പോൾ നമ്മളോട് ഭയങ്കര രീതിയിൽ ഭയങ്കര തട്ടിക്കേറും, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ചില ആൾക്കാർ നമുക്ക് നമ്മളെ ഓണറിലേക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മളെ ചീത്ത പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് RJ ജിത്തുവിനെ തിരിച്ചു കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ ഇടും. അങ്ങനത്തെ പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല റീച്ചല്ലേ? റീച്ചാണ്. പക്ഷേ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മളൊരാളെ പറ്റിച്ചിട്ട് അവർക്ക് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പറ്റിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റാറില്ല. പിന്നെ ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പറ്റിക്കൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീത്തവിളിയൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരു തമാശ രീതിയിൽ അവർ എൻജോയ് ചെയ്യും. നമ്മൾ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇതുപോലുള്ള ചീത്തവിളിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആൾക്കാർ നമ്മൾ പറ്റിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നുള്ള ആ ഷോ കേൾക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്നാണല്ലേ പറ്റിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം തന്നെയല്ലേ? അതെ അതെ, നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഷോ മാറിയത് തന്നെ വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഷോ ഒന്ന് വിളിച്ച് നമ്മളെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. തുടക്ക കാലഘട്ടങ്ങളിലായിരുന്നു ചീത്തവിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലൈവായിട്ടൊന്ന് പറ്റിച്ചാലോ? കാരണം എപ്പോഴും കാറിലേക്കൂടെ പോകുന്ന സമയത്തായാലും ഒരു റേഡിയോ ഓൺ ആക്കി കഴിഞ്ഞാലും ഈ ഒരു പറ്റിക്കപ്പെടുന്ന ഒരു പ്രാങ്കിന്റെ സംഭവം നമ്മൾ എപ്പോഴും കേൾക്കും എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് എനിക്കൊന്നും ഒരു ആഗ്രഹമുണ്ട് നേരിട്ടിട്ട് ഈ ഒരു സംഭവം കാണുന്നത് ലൈവായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ചെയ്യാം. അപ്പോൾ ആരെയാണ് പറ്റിക്കേണ്ടത്? മലയാള സിനിമയിലെ പുതുമുഖ താരമായിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്തതാണ്. നന്ദന രാജൻ എന്ന് പറഞ്ഞിട്ട്. ആള് ഭഗവാൻ ദാസിന്റെ രാമരാജ് എന്ന് പറയുന്ന ഒരു മൂവിയിലെ നായികയാണ്. അപ്പോൾ ആളെ വിളിച്ച് നമുക്ക് നല്ലൊരു പ്രാങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്പർ തരാം. അപ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഫോൺ എടുക്കുമെന്ന് അറിയില്ല, എന്നാലും വിളിച്ചു നോക്കാം. അവരുടെ പേരെന്തായിരുന്നു? നന്ദന രാജൻ. നന്ദന. ഹലോ, ഇത് നന്ദന രാജന്റെ നമ്പറാണോ? നമസ്കാരം. ഞാൻ ഒരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നന്ദനയുടെ സിനിമ കണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കണ്ണൂരുകാരൻ കൂടിയാണ്. ഞാൻ നിങ്ങളുടെ പുതിയ സിനിമയില്ലേ? അതെ 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 അതെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ സിനിമയിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ പേര് ക്രാന്തം ക്രാന്തം സംക്രാന്തം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ഒരു അവാർഡ് ടൈപ്പാണ് സിനിമ വരുന്നത്. അപ്പോൾ അതിൽ ഒരു നല്ല ക്യാരക്ടറാണ് അപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു നമ്മുടെ നേരം സിനിമ പോലെ ഒരു വൺ ഡേ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അവാർഡൊക്കെ ആയതുകൊണ്ട് അതിൽ നമുക്കൊരു അവാർഡും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഷെഡ്യൂൾ ബിസി ആണോ എന്താ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണേ? അപ്പോൾ ഈ ക്രാന്തം ക്രാന്തം സംക്രാന്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വികായസുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ മനുഷ്യ മനസ്സിൽ വരുന്ന ചിന്തകളെ വിചിന്തനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഹേളികയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞല്ലോ അവാർഡാണ്. അപ്പോൾ അതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിലൊരു നായിക ക്യാരക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒറ്റപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ ചിന്തകളെ വിചിന്തനം ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് പ്രഹ്ലാദൻ. അതെ, എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാൻ ഷോർട്ട് ഫിലിമുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഷോർട്ട് ഫിലിം നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തുള്ളിയിലേക്ക് ഒരു തിരിച്ചു നോട്ടം. അപ്പോൾ അതിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഒരു എന്താ പറയുക, അപ്പം ഞങ്ങളൊരു സിനിമയുടെ ഒരു പുതിയ സംരംഭമാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മാളവികയാണ്. മാളവിക അറിയാം മാളവികനെ? യെസ്. ഇപ്പോൾ മാളവിക എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പ്രഹ്ലാദനല്ല, എൻ്റെ പേര് RJ ജിത്തു ആണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ നിന്ന് വിളിച്ചാണ്. അതെ 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 അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹലോ മൈ ഡിയർ റോങ് നമ്പറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഒന്ന് പ്രാങ്ക് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ മാളവികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ് എന്ന് പറഞ്ഞു, അങ്ങനെയാണ് വിളിച്ചത്. അതെ, ഇത് എൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം, ഫോൺ കൊടുക്കാം. ഹലോ, എങ്ങനെയുണ്ട് പുതിയ സിനിമ? ക്രാന്തം ക്രാന്തം സംക്രാന്തം. എന്തായാലും അടിപൊളിയാക്കിയത്. എങ്ങനെയാണ് ആ ഒരു സിനിമയുടെ പേര് കിട്ടിയത്? അത് നമ്മൾ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഇപ്പോൾ ഞാനിങ്ങനെ ഒരാളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ഭാഷയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചൈനീസ് ഭാഷയൊക്കെ അത് ചുമ്മാ അങ്ങനെ വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ചില പേരുകൾ നമുക്കിപ്പോൾ എന്തിനു പേരിടാം. കാറ്റാടിയിലെ തിരനോട്ടം, ഡെസ്കിനുള്ളിലെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പെട്ടെന്ന് പേരുകൾ വരുന്നതാണ് സംഭവം. സത്യം പറഞ്ഞ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ, പ്രാങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ചിരി വന്നിന്. അപ്പോൾ ഇങ്ങനെ ചിരിയൊക്കെ അടക്കി പിടിച്ച് നമുക്ക് ഒരാളെ പറ്റിക്കുക, അത് ഭയങ്കര ഒരു ചിലപ്പോൾ നമുക്ക് ചിരി വരും അവരുടെ റിയാക്ഷൻ. ഞാൻ ഒരു ആളെ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ കാലിട്ടിട്ട് നീന്താൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ചിരിച്ചാൽ പോയി. അപ്പോൾ സഹിക്ക് ഇട്ടിട്ട് ചിരി വരുന്ന സമയത്ത് നമ്മൾ പറയും ഹലോ മൈ ഡിയർ റോങ് നമ്പറാണ്, അങ്ങനെ പറയും. അതാണ് സംഭവം. ഓക്കെ. ഒരു ഡ്യൂഡും ബഡ്ഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും ക്യാരക്ടറിന്റെ സൗണ്ട് എടുത്ത ആള് ജിത്തോടൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ പറ്റുമോ? അത് സംഭവം എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ജയന്റെ ശബ്ദമാണോ എന്ന് ചോദിച്ചാൽ ജയന്റെ ശബ്ദമല്ല, സത്യന്റെ ശബ്ദമാണോ എന്ന് വെച്ചാൽ സത്യന്റെ ശബ്ദമല്ല. പക്ഷെ അവരെ പോലെ തോന്നിക്കുന്ന തരത്തിൽ രണ്ട് ക്യാരക്ടർ ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഹേ ഡ്യൂഡ്, വാട്സ്ആപ്പ് ബഡ്ഡി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വെയിലാണ്, ഓണമൊക്കെ ആയിട്ട് എന്താ പരിപാടി? ഞാൻ നല്ല തിരക്കിലാണ്. ഇങ്ങനെ പഠിച്ചിട്ട് നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ ഡ്യൂഡ് ആൻഡ് ബഡ്ഡി. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ജിത്തോടിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രൈം 21 ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഇത്രയും കണ്ടിരുന്ന നിങ്ങൾക്ക് പ്രത്യേക നന്ദി. താങ്ക് യു.